മലയാളികൾ ആഘോഷപൂർവ്വം സിനിമ കാണുന്ന കുറേ സമയങ്ങളുണ്ട്. ഒന്ന് വിഷു, 2 ഓണം, 3 ക്രിസ്മസ്. ഇനി നമുക്ക് അവശേഷിക്കുന്ന ക്രിസ്മസ് കാലമേ ഉള്ളൂ. 2025 ക്രിസ്മസിൽ വരുന്ന ചിത്രങ്ങളിലോട്ട് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിപ്പോകാം. 1 ഭ ഭ ഭ ഭയം ഭക്തി ബഹുമാനം. ദിലീപിന്റെ തിരിച്ചുവരവെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന സിനിമ, പേരുകൊണ്ടും ഒക്കെ ഭയങ്കരം ഹൈപ്പുള്ള സിനിമ. മോഹൻലാലിന്റെ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ വരുന്നു. ധ്യാൻ ശ്രീനിവാസനും മിനി ശ്രീനിവാസനും എല്ലാം ഉണ്ട്. എല്ലാവരും അത്യാവശ്യം താരങ്ങൾ ഒന്നിക്കുന്ന സിനിമ. ഈ സിനിമ ഡിസംബർ 18 വരും. ഒരുപാട് പ്രതീക്ഷയുണ്ട്. എന്തായാലും ഈ സിനിമ നമുക്ക് പ്രതീക്ഷ വെക്കാം. 2 സർവമായ. ദിലീപിന്റെ അവസ്ഥ തന്നെയാണ്. നിവിൻ പോളിക്ക് ഒരുപാട് നാളായി നല്ലൊരു ഗംഭീര സിനിമ വന്നിട്ട്. അഖിൽ സത്യനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. നിവിൻ പോളിയും ഈ പറഞ്ഞ പോലെ അജു വർഗീസും ഒക്കെയുള്ള സിനിമ, നല്ലൊരു നാട്ടിൻപുറത്തെ കഥയൊക്കെ ആയിട്ട് വരുന്നൊരു സിനിമയാണ്. അന്നേരം ഈ സിനിമയും ഗംഭീരമാകാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള നമുക്ക് ഡിസംബറിൽ അറിയാം. ഇതാണ് അടുത്ത ക്രിസ്മസ് റിലീസായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ വലതുവശത്തെ കള്ളൻ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആ സംവിധായകനാണ് ജിത്തു ജോസഫ്. ജിത്തു ജോസഫ് കഴിഞ്ഞ പടം കൊണ്ട് നമ്മളെ നിരാശപ്പെടുത്തി. മിറാഷ് എന്ന് പറഞ്ഞ പടം വെറും ഒരു ആറ്റമോ അല്ല, വെറും കൂറപ്പടമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. പക്ഷേ വലതുവശത്തെ കള്ളൻ ഗംഭീര സിനിമയാകട്ടെ. കാരണം ബിജു മേനോനും ജോജും ഒക്കെ അടങ്ങുന്ന ഒരു വലിയൊരു താരനിരയുണ്ട്. മാത്രമല്ല ഷാജി നടേശനും നമ്മുടെ ജിത്തു ജോസഫോട് ചേർന്നാണ് നിർമ്മാണം. ഓഗസ്റ്റ് ഫിലിംസിന്റെ ബാനറിൽ അത്യാവശ്യം ഗംഭീര സിനിമകൾ വന്നിട്ടുള്ളതാണ്. നമുക്ക് പ്രതീക്ഷ വെക്കാം വലതുവശത്തെ കള്ളൻ. അതിനുശേഷം നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഋഷഭ, തെലുങ്കിൽ ഒരുങ്ങുന്ന സിനിമ. എല്ലാ ഭാഷകളിലും, പാൻഡിൽ എല്ലാ ഭാഷകളിലും വരുന്നുണ്ട്. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ്. ഒരുപാട് മോഹൻലാലിന്റെ ഏറ്റവും ബഡ്ജറ്റിൽ വരുന്ന സിനിമകളിൽ ഒന്നാണ് ഋഷഭ. അത് ഡിസംബർ 25 തന്നെയാണ് റിലീസ് വരുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇഷ്ടപ്പെട്ട 2 ഹോളിവുഡ് സിനിമകൾ, ഒരുപാട് സിനിമ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട 2 സിനിമകളിൽ ഒന്ന് അവതാറാണ്. അവതാറിന് എപ്പോഴും ഒരു ആരാധക വൃന്ദം തന്നെ ഉണ്ട്. അന്നേരം അവതാർ ഡിസംബറിൽ റിലീസാണ്. അതുപോലെ അനാക്കോണ്ട ഡിസംബറിൽ റിലീസാണ്. ഈ സിനിമകളൊക്കെ കേരളത്തിലെ തിയേറ്ററിൽ വരും. കേരളത്തിൽ നമുക്ക് അന്യഭാഷകളൊന്നും ഇല്ല. ഏറ്റവും ഗംഭീര സിനിമ ഏതാണോ അതാണ് പോയി കാണുന്നത്. എന്തായാലും നിങ്ങളുടെ അർത്ഥത്തിൽ നിങ്ങളുടെ ഇതിനകത്ത് ഏത് സിനിമകളായിരിക്കും ഗംഭീരം ചെയ്തത്? എല്ലാ സിനിമകളും ഗംഭീരമായിട്ട് വിജയിക്കട്ടെ എന്ന് നമുക്ക് പറയാം. എന്നാലും നിങ്ങളുടെ ഇതിൽ ഏതായിരിക്കും ബെസ്റ്റ് നമ്പർ 1 പൊസിഷനിൽ എത്തുന്നത്? ക്രിസ്മസിന് ഏത് ചിത്രമായിരിക്കും? ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക.